ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസിനെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പേഴ്സൺസിനെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞു തരുന്നതിൽ നിന്ന് ഒരു പേഴ്സൺസിനെ പോലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യരുത്. അത് പറഞ്ഞു തരുന്ന എല്ലാ പേഴ്സൺസിനെയും ആ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഇൻസ്ട്രുമെൻ്റായ തബലയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളെയാണ്. ഓക്കെ, തബല എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസിനെയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഉസ്താദ് അല്ലാരഗ ഇല്ലേ? ഉസ്താദ് അല്ലാരഗ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആളുടെ പേരെന്താണ്? ഉസ്താദ് അല്ലാരഗ. ഉസ്താദ് അല്ലാരഗ ഏത് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ തബലയാണ്. ഈ ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് ആരെന്ന് പറയുന്നത്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് അല്ലെ? ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് ആരെന്ന് പറയുന്നത്? സക്കീർ ഹുസൈൻ. ഈ സക്കീർ ഹുസൈനും ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ. ഓക്കെ, പിന്നീട് ഓർക്കേണ്ട പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഖിൽ ജ്യോതി ഘോഷ്. ഓക്കെ, നിഖിൽ ജ്യോതി ഘോഷ്. ദെൻ അടുത്തൊരു പേരാണ് ബിക്രം ഘോഷ്. ഓക്കെ, നിഖിൽ ജ്യോതി ഘോഷ്, ബിക്രം ഘോഷ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു റിനോൾഡ് തബല പ്ലെയർ, അയാളുടെ മകനും തബല പ്ലെയർ ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ പേരെന്ത്? ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയുക, ഉസ്താദ് അല്ലാരഗ തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈന്, നിഖിൽ ജ്യോതി ഘോഷും ബിക്രം ഘോഷും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പിന്നീട് ഓർക്കേണ്ടത് അനോഖ്ലാൽ മിശ്ര. ഓക്കെ, അനോഖ്ലാൽ മിശ്ര. അടുത്തത് അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ്. ഓക്കെ, അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ്. ഓക്കെ, അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ പണ്ഡിറ്റ് സൊബാൻ ചൗധരി. ഈ ഒരു പേരിൽ ഓർക്കുക, പണ്ഡിറ്റ് സൊബാൻ ചൗധരി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർക്കേണ്ടത് ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈന്, നിഖിൽ ജ്യോതി ഘോഷ്, ബിക്രം ഘോഷ്, അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ്, പണ്ഡിറ്റ് സൊബാൻ ചൗധരി. ഓക്കെ, ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈന്, നിഖിൽ ജ്യോതി ഘോഷ്, ബിക്രം ഘോഷ്, അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ്, പണ്ഡിറ്റ് സൊബാൻ ചൗധരി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സിത്താർ. അപ്പൊ സിത്താർ മാസ്ട്രോ എന്നൊക്കെ അറിയപ്പെടുന്ന ആളെ ആദ്യം പഠിക്കാം. സിത്താർ മാസ്ട്രോ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? പണ്ഡിറ്റ് രവിശങ്കർ. ഓക്കെ, അപ്പോൾ സിത്താർ മാസ്ട്രോ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? പണ്ഡിറ്റ് രവിശങ്കർ. ഇവരുമായിട്ട് റിലേറ്റുള്ള അവാർഡുകളൊക്കെ പറയാനുണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പേരുകൾ പഠിച്ചു വെക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പണ്ഡിറ്റ് രവിശങ്കർ റിലേറ്റഡ് ടു വിച്ച് ഇൻസ്ട്രുമെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് എഴുതാൻ പറ്റുന്നുണ്ട്. ഏതാണ്? ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? സിത്താർ. അപ്പം സിത്താർ മാസ്ട്രോ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? പണ്ഡിറ്റ് രവിശങ്കറിനെയാണ്. ദെൻ പിന്നീട് ഓർക്കേണ്ടത് അരവിന്ദ് പരീഖ്. ഓക്കെ, അരവിന്ദ് പരീഖ്, അതുപോലെ തന്നെ നിഖിൽ ബാനർജി. ഓക്കെ, അരവിന്ദ് പരീഖ്, നിഖിൽ ബാനർജി, ഷാഹിദ് പർവേസ്. ഓക്കെ, അരവിന്ദ് പരീഖ്, നിഖിൽ ബാനർജി, ഷാഹിദ് പർവേസ്. പിന്നീട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബുദ്ധാദിത്യ മുഖർജി. ഏതാണ്? ബുദ്ധാദിത്യ മുഖർജി. അപ്പോ പണ്ഡിറ്റ് രവിശങ്കർ, അരവിന്ദ് പരീഖ്, നിഖിൽ ബാനർജി, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സിത്താർ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? പണ്ഡിറ്റ് രവിശങ്കറിനെയാണ്. പണ്ഡിറ്റ് രവിശങ്കർ, അരവിന്ദ് പരീഖ്,
നിഖിൽ ബാനർജി, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് സരോദ് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരെ. സരോദ്. ഓക്കെ, സരോദ് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തവരെ. അപ്പോ സരോദ് സാമ്രാട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? സരോദ് സാമ്രാട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് അംജദ് അലി ഖാനെയാണ്. ആരെയാണ്? അംജദ് അലി ഖാൻ. അപ്പൊ അംജദ് അലി ഖാനെ പഠിക്കുക. ദെൻ ഈ അലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അലി അക്ബർ ഖാൻ. ഓക്കെ, അംജദ് അലി ഖാൻ, ദെൻ അലി അക്ബർ ഖാൻ. ഒരു തവണ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ അലി അക്ബർ ഖാന്റെ ഡിസിപ്പിൾ ആണ് രാജീവ് താരാനാഥ്. അപ്പൊ രാജീവ് താരാനാഥ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വന്നു. അലി അക്ബർ ഖാന്റെ ഡിസിപ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? രാജീവ് താരാനാഥ് എന്ന് പറയുന്നത്. അപ്പൊ രാജീവ് താരാനാഥ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? സരോദ് ആണ്. അപ്പൊ അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, രാജീവ് താരാനാഥ്, ദെൻ ശരൺ റാണി, സറിൻ ശർമ്മ. കേട്ടോ, സറിൻ ശർമ്മ, ശരൺ റാണി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സരോദ് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, രാജീവ് താരാനാഥ്, ശരൺ റാണി, സറിൻ ശർമ്മ. അംജദ് അലി ഖാൻ സരോദ് സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ആരെയാ? അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, രാജീവ് താരാനാഥ്, ശരൺ റാണി, സറിൻ ശർമ്മ. ദെൻ ഒരു പേരോട് ഓർത്തോ, ഹാഫിസ് അലി ഖാൻ. ആരാണ്? ഹാഫിസ് അലി ഖാൻ. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ പറയില്ലേ ഒരുപാട്, അതായത് നമ്മളിപ്പം ഈ ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ ഇത് ഓരോരോ ക്വസ്റ്റ്യനാ. ഈ ഓരോരോ ക്വസ്റ്റ്യൻ ഓരോ ആൾക്കാരുടെ പേരുകളാക്കി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര നോട്ട് ചെയ്ത് വെക്കണേ, നോട്ട് ചെയ്ത് പഠിക്കണേ. ക്വസ്റ്റ്യൻ വരും, എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഏതൊക്കെയാ? അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, രാജീവ് താരാനാഥ്, ശരൺ റാണി, സറിൻ ശർമ്മ, ഹാഫിസ് അലി ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാനുള്ള കാരണം, നമ്മൾ GK എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കറിയാം, നമുക്ക് 10 സബ്ജക്റ്റുകളോളം GK നമ്മുടെ എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ 10 സബ്ജക്റ്റുകൾ കംപ്ലീറ്റ്ലി എല്ലാം കൂടി പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. എന്നാൽ പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഏരിയ സെലക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതാണ് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്. എല്ലാം കൂടി പഠിക്കാതെ എന്നാൽ എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയ മനസ്സിലാക്കി അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസിന്റെ പേരുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകളാക്കി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അതായത് 3 എണ്ണമാണ് പഠിച്ചത്. 3 ഇൻസ്ട്രുമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ പ്രോപ്പർലി പഠിക്കുക. ഇതിന് ബാക്കി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.